തിരുവചനം തിരുവചനം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കുവാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകളുണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോവാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷത്തോടെ അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചു കൂട്ടി പറയും, നിങ്ങൾ എന്നോടുകൂടി സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ഈ മണിക്കൂറിൽ നമ്മളെ ആശീർവദിക്കും. കർത്താവിൻ്റെ ജീവനുള്ള വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിൻ്റെ അഗ്നി ഈ പരിശുദ്ധ മണിക്കൂറിൽ നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കും, നമ്മുടെ മനസ്സുകളെ ആശീർവദിക്കും. കർത്താവിൻ്റെ തിരുവചനത്തെ സ്നേഹിക്കുന്നവർക്ക് കർത്താവിൻ്റെ തിരുവചനത്തിൻ്റെ വാഗ്ദാനങ്ങൾ കർത്താവ് നിറവേറ്റിത്തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 40-ാം തിരുവചനം. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിച്ച് കർത്താവിങ്കിലേക്ക് മടങ്ങി വരാം. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിച്ച് കർത്താവിങ്കിലേക്ക് മടങ്ങി വരാം. ബാറൂക്കിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 28-ാം തിരുവചനം. കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരികെ വന്ന് കർത്താവിനെ തേടുക. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരികെ വന്ന് ദൈവത്തെ തേടുക. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയതയുടെ അടിസ്ഥാനപരമായ മാനദണ്ഡം എന്താണ്? എന്താണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത? നമ്മൾ വായിച്ച വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായമാണ്. ലൂക്കാ സുവിശേഷത്തിൻ്റെ ഹൃദയമെന്ന് വിളിക്കപ്പെടുന്ന 15-ാം അധ്യായത്തിൻ്റെ 3 ഉപമകളിലെ ആദ്യത്തെ ഉപമയാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയതയുടെ യഥാർത്ഥമായ താളബോധത്തെ തിരികെ കൊണ്ടുവരികയാണ്. നമ്മളെങ്ങനെയാണ് വായിച്ചത്? ചുങ്കക്കാരും പാപികളുമൊക്കെ കർത്താവിൻ്റെ വചനം കേൾക്കാൻ അടുത്തടുത്ത് വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും ഇത് കണ്ടുകൊണ്ട് പിറുപിറുത്തു. അവിടെയാണ് കർത്താവ് സുന്ദരമായ ഒരു ഉപമ പറഞ്ഞത്. നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകളുണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ ബാക്കി 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോവാത്തത്? കണ്ടുകിട്ടിക്കഴിയുമ്പോൾ സന്തോഷത്തോടെ തോളിലേറ്റി വീട്ടുകാരെയും കൂട്ടുകാരെയും വിളിച്ചു കൂട്ടി പറയുന്നു, എൻ്റെ കൂടെ സന്തോഷിക്ക്, കാരണം എൻ്റെ നഷ്ടപ്പെട്ടു പോയ ആടിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. എന്നിട്ട് ദൈവത്തിൻ്റെ ജീവനുള്ള വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതുപോലെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാർ എന്നതിനേക്കാൾ അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം. ഈ വചനത്തിൻ്റെ പൊരുൾ ധ്യാനിക്കണമെങ്കിൽ ലൂക്കാ സുവിശേഷത്തിൻ്റെ 23-ാം അധ്യായത്തിലേക്ക് നമ്മളൊന്ന് മിഴിചലിപ്പിക്കണം. അവിടെ കുരിശിൻ്റെ വിരിമാറിൽ 2 കള്ളന്മാരുടെ നടുവിൽ മരണത്തോട് അടുത്ത് നിൽക്കുന്ന കർത്താവിൻ്റെ ചിത്രമുണ്ട്. യോഹന്നാൻ കർത്താവിൻ്റെ കുരിശിൻ്റെ അരികിലേക്ക് ഓടി വരികയാണ്. അവൻ എത്ര പ്രതിബന്ധങ്ങളെ അതിജീവിച്ചാണ് ആ കാൽവരിയുടെ നെറുകിലെത്തിയത്. പടയാളികളുടെ പരിഹാസമോ ഫരിസേയരുടെ അപമാനം ഒന്നും നോക്കാതെ കർത്താവിൻ്റെ കുരിശിലേക്ക് ഓടി വരുമ്പോൾ യോഹന്നാൻ കേൾക്കുന്നൊരു വചനമാണ്. കർത്താവിൻ്റെ വലതുഭാഗത്തുള്ള കള്ളൻ്റെ മിഴികളിലേക്ക് നോക്കിയിട്ട്, നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസയിലാണ്. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാർ എന്നതിനേക്കാൾ അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സന്തോഷിക്കുന്ന ദൈവത്തിൻ്റെ സുന്ദരമായ ചിത്രം. സ്വർഗം സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്?
സ്വർഗീയ പിതാവ് ആനന്ദിക്കുന്നു, മാലാഖവൃന്ദം ആനന്ദിച്ച് ആഹ്ലാദിക്കുന്നു, വിശുദ്ധാത്മാക്കൾ ദൈവദൂതന്മാർ സന്തോഷിക്കുന്നു. ബൈബിൾ വായിച്ചപ്പോൾ എന്നെ ആഴത്തിൽ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. ബൈബിളിൽ സ്വർഗം സന്തോഷിക്കുന്നുവെന്ന് പ്രകടമായി പറയുന്ന വചനഭാഗങ്ങൾ ഒരുപാടില്ല. ഉദാഹരണത്തിന് ജോബിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 6-7 തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ദൈവം സൃഷ്ടികർമ്മം നടത്തിയപ്പോൾ ദൈവദൂതന്മാർ സന്തോഷിച്ച് ആനന്ദിച്ചു. ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ദൈവകുമാരൻ്റെ ജനനം. വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 5, 6, 7 തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്: നമുക്ക് ആനന്ദിക്കാം, ആർപ്പ് വിളിക്കാം, കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്ന് സമീപിച്ചിരിക്കുന്നു, സ്വർഗത്തിൽ വലിയ സന്തോഷം. വീണ്ടും നമ്മൾ കാണുകയാണ് ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 7: അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെന്നതിനേക്കാൾ അനുദപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷം. എന്താണ് പ്രിയപ്പെട്ടവരെ അതിൻ്റെ പൊരുള്? ദൈവം സൃഷ്ടികർമ്മം നടത്തിയതുപോലെ, ദൈവകുമാരൻ്റെ ജനനം പോലെ, കർത്താവിൻ്റെ മണവാട്ടിയായി തിരുസഭ സ്വർഗത്തിലെത്തിച്ചേരുന്ന കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്ന് പോലെ അത്രമേൽ പ്രധാനപ്പെട്ടതാണ് ഒരു പാപിയുടെ മാനസാന്തരം, ഒരാത്മാവിൻ്റെ രക്ഷ. അതല്ലേ ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ആത്മീയത എന്ന് പറയണത് പശ്ചാത്താപത്തിൻ്റെ ആത്മീയതയാണ്. യഥാർത്ഥ ആത്മീയത എന്ന് പറയണത് അനുതാപത്തിൻ്റെ, കണ്ണുനീരിൻ്റെ, മാനസാന്തരത്തിൻ്റെ, പശ്ചാത്താപത്തിൻ്റെ ആത്മീയതയല്ലേ? ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, അങ്ങനെ കണ്ണുനീരിൻ്റെ ആത്മീയത എന്ന് പറയാൻ മാത്രം നമ്മൾ വലിയ പാപങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മൾ അത്യാവശ്യം ദേവാലയങ്ങൾ പോകുന്നുണ്ട്, സന്ധ്യാപ്രാർത്ഥന നടത്തുന്നുണ്ട്, മുട്ടുകുത്തി കൈവിരിക്കുന്നുണ്ട്, തിരുവചനം എടുത്ത് വായിക്കുന്നുണ്ട്, ജപമാല ഉച്ചരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കണ്ണുനീരിൻ്റെ ആത്മീയതയെക്കുറിച്ച് ആഴത്തിൽ പേടിക്കേണ്ട കാര്യം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഞാനും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടന്ന ഒരച്ഛനാണ്. പക്ഷെ ഒരു തവണ ബൈബിൾ വായിച്ചപ്പോൾ വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനത്തിൽ പൗലോസ് പറയാണ്: പാപികളിൽ ഒന്നാമനാണ് ഞാൻ. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 14 മുതൽ അങ്ങോട്ട് വായിച്ചാൽ അതിൻ്റെ 24 എത്തുമ്പോൾ പൗലോസ് പറയാണ്: ഞാൻ ജഡത്തിന് വിൽക്കപ്പെട്ട ബലഹീനനായ മനുഷ്യനാ. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെളിപാടിൻ്റെ 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട പൗലോസിൻ്റെ മാനസാന്തരത്തിൻ്റെ ആഴം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ധ്യാനിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയോ സാരമായി, ആഴമായി അനുദപിക്കണം. നമ്മുടെ കുഴപ്പം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? അച്ഛനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാകും. ഒരു ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ച് ആദ്യ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇടവകയിൽ ഒരു ചെറുപ്പക്കാരൻ, 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരപകടത്തിൽ മരിച്ചുപോയി. അന്ന് അവൻ്റെ മൃതസംസ്കാര ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടത് ഈ അച്ഛനാണ്. എന്നെ സംബന്ധിച്ച് അതുപോലൊരു മരിച്ചടക്ക് ആദ്യമായിട്ടാണ്. കാരണം ആ വീടിൻ്റെ ഏക പ്രതീക്ഷ ഈ 16-കാരനായിരുന്നു. മാത്രമല്ല അവൻ്റെ അപ്പനും അമ്മയും 11 വർഷം കാത്തിരുന്ന് അവർക്ക് കിട്ടിയ ഒരു അനുഗ്രഹമായിരുന്നു ഈ ചെറുപ്പക്കാരൻ. പക്ഷേ 16-ാമത്തെ വയസ്സിൽ ഒരപകടത്തിൽ അവൻ മരിച്ചുപോയി. ഇവൻ്റെ അടക്കിന് ചരമസന്ദേശം പറഞ്ഞ് അത് പൂർത്തിയാക്കുമ്പോൾ, ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ പെട്ടിയിൽ മിഴിപൂട്ടി മയങ്ങി യാത്രയാകുന്ന ഈ മാലാഖയുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയുണ്ട് പ്രിയപ്പെട്ടവരെ. അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ഇവൻ അപകടത്തിൽ മരിച്ചതാണെന്ന് നമുക്ക് തോന്നില്ല. അവൻ്റെ മുഖത്ത് മുറിപ്പാടുകളില്ല, ക്ഷതങ്ങളില്ല, വടുക്കളില്ല. ഇവരൊരു ആക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ചതിൻ്റെ യാതൊരു സൂചനയുമില്ല. ഒരു മാലാഖ പോലെ, മന്ന പോലെ വിളങ്ങി ശാന്തമായി അവൻ ഉറങ്ങുകയാണ്. മരിച്ചടക്കെല്ലാം കഴിഞ്ഞ്
ആൾക്കാരെല്ലാം പോയതിന് ശേഷം അവൻ്റെ അടുത്ത ബന്ധുക്കൾ മുറിയിൽ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ആ കുഞ്ഞെങ്ങനെയാണ് മരിച്ചത്? അവൻ്റെ മരണകാരണമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? അപ്പോൾ അവൻ്റെ അടുത്ത ബന്ധുക്കൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു അച്ഛാ. ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അവനെ തിരിച്ചു കിട്ടുമെന്ന് ഞങ്ങൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവൻ്റെ ഉള്ളിൽ ഒരു മുറിവ്, ആ മുറിവിൽ നിന്ന് പ്രവഹിച്ച രക്തം അത് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റിയില്ല. ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആണ് അവൻ്റെ മരണത്തിൻ്റെ കാരണമെന്ന് അവർ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഒരു ചിന്ത കടന്നുപോയി. ഇവരെല്ലാം പോയി കഴിഞ്ഞ് എല്ലാം ശാന്തമായി ദൈവാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനൊരു ചിന്ത തുളച്ചു കയറ്റി, മോനെ, ഇത് നിൻ്റെ അവസ്ഥയാണ്. അതായത് അവൻ്റെ പുറമേ കണ്ടാൽ ഇവൻ അപകടത്തിൽ മരിച്ചു എന്ന് തോന്നില്ല. നിന്നെ കണ്ടാൽ നിനക്കൊരു കുഴപ്പമുണ്ട് എന്ന് ആരും നിന്നോട് പറയില്ല. പക്ഷേ നിൻ്റെ ആത്മീയതയുടെ ഞരമ്പ് മുറിയുകയും നിൻ്റെ വിശ്വാസം ഒലിച്ചു പോവുകയും നിൻ്റെ വിശുദ്ധി ചോർന്നു പോവുകയും നിൻ്റെ പുണ്യങ്ങളുടെ ജീവകോശങ്ങൾ മരവിച്ചു പോവുകയും നിൻ്റെ ആത്മീയതയുടെ നാഡീ ഞരമ്പുകൾ സ്പന്ദനം നിലയ്ക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയ ദുരന്തം സംഭവിക്കുന്നുണ്ട്. ആര് കണ്ടാലും കുറ്റം പറയില്ല. എല്ലാം ഭംഗിയാണെന്ന് നടിച്ച് നീ ഭംഗിയായി അത് അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ നിന്റെ ആത്മീയതയുടെ ഞരമ്പ് മുറിയുകയും നിന്റെ വിശ്വാസം ഒലിച്ചു പോവുകയും നിന്റെ വിശുദ്ധി ചോർന്നു പോവുകയും നിന്റെ പുണ്യങ്ങളുടെ ജീവകോശങ്ങൾ മരവിച്ചു പോവുകയും നിന്റെ ആത്മീയതയുടെ നാഡീ ഞരമ്പുകൾ സ്പന്ദനം നിലയ്ക്കുകയും ചെയ്യുന്ന ഒരാത്മീയ ദുരന്തം സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവനും നീയും തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവചനം, നിന്റെ വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണ്. അന്ന് തിരുവചനം എടുത്ത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിനെ അധികമായി ചിന്തിപ്പിച്ചൊരു വചനമാണ് പ്രിയപ്പെട്ടവരെ. ഇവിടെ വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണ്. അല്ല, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 8-ാം തിരുവചനത്തിൽ ഈശോ പറയുന്ന മനോഹരമായ ഒരു വചനമുണ്ട്. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. ജെറമിയായുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം എന്ന പൊള്ള വാക്കിൽ നീ വിശ്വസിക്കരുത്. മറിച്ച് നിന്റെ മാർഗങ്ങളും പ്രവൃത്തികളും നേരെയാക്കിയാൽ, നിഷ്കളങ്ക രക്തം ചൊരിയാതിരുന്നാൽ, അനാഥർ, വിധവകൾ, പരദേശികൾ എന്നിവരെ ഉപദ്രവിക്കാതിരുന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം എന്ന പൊള്ള വാക്കിലല്ല നീ വിശ്വസിക്കേണ്ടത്. മറിച്ച് നിന്റെ മാർഗങ്ങളും പ്രവൃത്തികളും നേരെയാക്കിയാൽ, നിഷ്കളങ്ക രക്തം ചൊരിയാതിരുന്നാൽ, അനാഥർ, വിധവകൾ, പരദേശികൾ എന്നിവരെ ഉപദ്രവിക്കാതിരുന്നാൽ നിന്റെ മണ്ണിൽ നീ അനുഗ്രഹമായി മാറും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും അങ്ങനെ പുറമേ കാണുന്നവരെ പോലെ അല്ല നമ്മുടെ സ്വകാര്യതകളിൽ. അവിടെയാണ് ദൈവത്തിൻ്റെ വചനം പറയണത്, നീ മാനസാന്തരപ്പെടുക. വിലാപങ്ങൾ 3:40, നമുക്ക് നമ്മുടെ മാർഗങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് കർത്താവിങ്കിലേക്ക് മടങ്ങി വരാം. എല്ലാം ഭംഗിയാണെന്ന് നീ നടിക്കുമ്പോഴും നിന്റെ ചങ്കു കാണുന്ന ദൈവത്തിനറിയാം, മോനെ, ഒന്നും ഭംഗിയല്ല. നീ ജപമാല ചൊല്ലുന്നുണ്ട്, നീ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ പള്ളിയിൽ വരുന്നുണ്ട്, നീ കരം വിരിച്ചു പിടിക്കുന്നുണ്ട്, നീ ദാനധർമ്മങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ സ്വകാര്യതകളിൽ, ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം തിരുവചനം, വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനാവില്ല. എവിടെയോ എങ്ങനെയോ ദൈവം മാത്രം അറിയുന്ന നിന്റെ സ്വകാര്യതകളിൽ, ദൈവം മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ കാൽപെരുമാറ്റങ്ങളിൽ, നിന്റെ ഓർമ്മകളിൽ, ബോധമണ്ഡലങ്ങളിൽ, ചിന്തകളിൽ നീ മാത്രം അനുഭവിച്ചു കൊടുത്തിരിക്കുന്ന ചില തിന്മയുടെ സുഖങ്ങളുണ്ട്. അവിടെയാണ് അനുതാപത്തിൻ്റെ വരമൊഴുകേണ്ടത്. ദാവീദിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഒരു ഗൗരവമുള്ള പാപത്തിനടിമയായി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പിന്നീട് 7 ദിവസം ചാക്കുടുത്ത് ചാരം പൂശി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി അനുതപിച്ചു കരഞ്ഞു. 7 ദിവസം കഴിയുമ്പോഴല്ലേ നമ്മളിങ്ങനെ കാണുന്നത്, അവനാ ഇരിപ്പിടത്തിൽ നിന്നൊന്ന് എഴുന്നേറ്റ് അല്പം എന്തെങ്കിലും ഒന്ന് ഭക്ഷിക്കാൻ
എഴുന്നേൽക്കുന്നത്. എത്രയോ പത്രോസിൻ്റെ അനുതാപത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. കണ്ണുനീരിൻ്റെ ആത്മാർത്ഥതയാണ്, കണ്ണുനീരിൻ്റെ ആത്മീയതയാണ് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയത. ലൂക്കാസ് സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 35 മുതൽ നിങ്ങൾ വായിച്ചാൽ, കർത്താവ് ശിമയോന്റെ ഭവനത്തിൽ വിരുന്നിന് ചെല്ലുമ്പോൾ കർത്താവിനെ തേടി തിരക്കി ഒരു പെൺകുട്ടി അവിടെ വരുന്നുണ്ട്. അവൾ കർത്താവിൻ്റെ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നുവെന്ന് നമ്മൾ കാണുന്നുണ്ട്. അവൾ കണ്ണുനീര് കൊണ്ട് അവൻ്റെ പാദം കഴുകി, അവളുടെ തലമുടി കൊണ്ട് അവൻ്റെ പാദം കഴുകി തുടച്ചപ്പോൾ ഈശോ പറഞ്ഞ സുന്ദരമായൊരു വചനമുണ്ട് പ്രിയപ്പെട്ടവരെ, ഇവൾ അധികം സ്നേഹിച്ചു. ഇവൾ അധികം സ്നേഹിച്ചു. കണ്ണുനീരിൻ്റെ ആത്മീയതയുള്ളവൻ, അനുതാപത്തിൻ്റെ ആത്മീയതയുള്ളവൻ, ഹൃദയത്തെ പരിവർത്തനപ്പെടുത്തുന്ന പശ്ചാത്താപത്തിൻ്റെ വികാരങ്ങൾ കൊണ്ട് ദൈവസന്നിധിയിലിരുന്ന് കരയുന്നവൻ ദൈവത്തെ അധികം സ്നേഹിക്കുന്നവനാണെന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്. സഭയുടെ ചരിത്രത്തിൽ എത്രയോ വിശുദ്ധാത്മാക്കൾ ജീവിതത്തിൻ്റെ പാപവഴികൾ ഉപേക്ഷിച്ചപ്പോൾ ദിവസങ്ങൾ, യാമങ്ങൾ, മണിക്കൂറുകൾ, ആഴ്ചകൾ, മാസങ്ങൾ ദൈവസന്നിധിയിൽ അടയിരുന്ന് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിലിരുന്ന് കരയാൻ പറ്റുക, നമ്മുടെ പാപങ്ങളോർത്ത്, നമ്മുടെ അനീതികളോർത്ത്, നമ്മുടെ സംസാരത്തിൽ നമ്മൾ പിഴച്ചു പോയതിൻ്റെ ഓർമ്മകളോർത്ത്, ദൈവമേ പാപിയായ എന്നോട് കരുണ കാണിക്കണമേ, ദൈവമേ പാപിയായ എന്നോട് കരുണ കാണിക്കണമേ, ദൈവമേ അനുദപിക്കാൻ എനിക്കൊരു വരം തരണേ, അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയമായി പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ എളിമയോടെ മിഴിപൂട്ടി ധ്യാനിക്കുമ്പോൾ ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ മുമ്പോട്ട് വായിച്ചാൽ, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെന്നതിനേക്കാൾ അനുദപിക്കുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുതാപത്തിൻ്റെ ആഴം കണ്ടിട്ട്, നമ്മുടെ കണ്ണുനീർത്തുള്ളിയുടെ നൈർമല്യം കണ്ടിട്ട്, നമ്മുടെ പശ്ചാത്താപത്തിൻ്റെ വികാരം കണ്ടിട്ട്, നമ്മുടെ ആത്മീയതയുടെ യഥാർത്ഥ മുന്നേറ്റം കണ്ടിട്ട് സ്വർഗം സന്തോഷിക്കണമെന്ന്, സ്വർഗത്തിൽ ആനന്ദമുണ്ടാകണമെന്ന് നമുക്ക് ഒരു നിർബന്ധ ബുദ്ധി വേണ്ടേ? എല്ലാം ഭംഗിയാണെന്ന് നടിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. എല്ലാം ഭംഗിയായി ഞാൻ നിർവഹിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും നമുക്ക് എളുപ്പമാണ്. പക്ഷേ ചങ്കു കാണുന്ന, ഹൃദയം പരിശോധിക്കുന്ന, ജീവിതത്തെ ആകമാനം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സങ്കീർത്തന പുസ്തകം 139-ാം അധ്യായത്തിൻ്റെ 23, കർത്താവേ അങ്ങനെ പരിശോധിച്ചറിയണമേ, വിനാശത്തിൻ്റെ പാതയിലൂടെയാണോ ഞാൻ സഞ്ചരിക്കുന്നതെന്ന് നോക്കണമേ, ശാശ്വത മാർഗത്തിലേക്ക് എന്നെ നയിക്കണേ. ജീവിതത്തെ ഇങ്ങനെ ആകമാനം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ ദൈവത്തിനറിയാം എല്ലാം ഭംഗിയാണെന്ന് നീ നടിച്ചാലും ഒന്നും ഭംഗിയല്ല. അവിടെയാണ് മാനസാന്തരത്തിൻ്റെ യഥാർത്ഥ ആവശ്യകത തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഈ അടുത്ത നാളുകളിൽ ഞാൻ പ്രാർത്ഥിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു പെൺകുട്ടി, 10ാം ക്ലാസ്സിൽ മുഴുവൻ മാർക്കോടെ പാസ്സായ, എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി, എല്ലാ ദിവസവും ദേവാലയത്തിൽ പാട്ടുകൾ പാടുന്ന, എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു മിടുക്കി. പക്ഷേ +2-ൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒരു വിഷയത്തിൽ പരാജയപ്പെട്ടു പോയി. അവളുടെ അമ്മ ഒരു അധ്യാപിക ആയതുകൊണ്ട് അവളിങ്ങനെ പ്രാർത്ഥിക്കാൻ കൂട്ടിക്കൊണ്ടു വന്നതാണ്. ഞാൻ ആ കുഞ്ഞിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, മോളെ, എല്ലാം ഭംഗിയാണെന്ന് നീ നടിക്കുന്നുണ്ട്, പക്ഷേ കർത്താവിൻ്റെ ആത്മാവിനറിയാം ഒരു കാര്യം ഭംഗിയല്ല. നീ ആരെയാണ് എല്ലാ രാവുകളിലും ഇങ്ങനെ ഫോൺ ചെയ്ത് സന്തോഷിച്ചുകൊണ്ടിരിക്കണത്? ആ കുഞ്ഞെന്നോട് പറഞ്ഞു, അച്ഛൻ അമ്മയോട് പറയരുത്, കാരണം എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്, അദ്ദേഹത്തിന് എന്നെയും താല്പര്യമാണ്. എനിക്കിപ്പോൾ ആ മനുഷ്യനെ ഫോൺ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രാവുകളിൽ ഞാനിങ്ങനെ ഫോൺ ചെയ്യാറുണ്ടായിരുന്നു, പക്ഷേ ഇതാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, മകളെ, ഇവിടെയാണ് നിൻ്റെ മാനസാന്തരം ആരംഭിക്കേണ്ടത്. കാരണം നീ എല്ലാം ഭംഗിയാണെന്ന് അഭിനയിക്കുമ്പോഴും ദൈവം മാത്രം അറിയുന്ന ചില നിമിഷങ്ങളിൽ, ദൈവം മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന
ചില രാവുകളുടെ യാമങ്ങളിൽ നീ വിശുദ്ധിയായി നിന്നെ സൂക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തിന്മ നിന്നെ കീഴടക്കാൻ തുടങ്ങി. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7 ഉചിതമായത് ചെയ്യുമായിരുന്നെങ്കിൽ നീയും സ്വീകാര്യനാവുമായിരുന്നില്ലേ? നിന്റെ പരാജയത്തിൽ നിന്ന് പഠിക്കുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും പാപം നിന്റെ വഴിയിലുണ്ട്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന പശ്ചാത്താപത്തിലേക്ക് വരിക. ആ കുഞ്ഞ് മനോഹരമായിട്ട് കുമ്പസാരിച്ചു. ആ കുഞ്ഞ് പാപസങ്കീർത്തനം നടത്തിയിട്ട് എളിമപ്പെട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ എന്നെ ഒന്ന് ധൈര്യപ്പെടുത്തിയതിന് സന്തോഷമുണ്ട്. എനിക്ക് നിലനിൽപ്പിൻ്റെ ഒരു കൃപ കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തിന് മുമ്പിൽ അടയിരിക്കുമ്പോൾ ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെ ധ്യാനിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായി നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താം. ദൈവം ആഗ്രഹിക്കുന്ന വഴികളിൽ ആത്മീയതയുടെ ചാലു കയറാൻ നീ അനുദപിച്ചേ പറ്റൂ. ദൈവം ആഗ്രഹിക്കുന്ന വഴികളിൽ നിൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ നീ പശ്ചാത്താപത്തിൻ്റെ ആത്മീയത സ്വന്തമാക്കിയേ പറ്റൂ. ദൈവം ആഗ്രഹിക്കുന്ന ജീവിത വഴിയോരങ്ങളിലൊക്കെ നീ അഭിഷേകം പ്രാപിക്കാൻ, നിൻ്റെ ജീവിതത്തെ യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ കണ്ണുനീരിൻ്റെ വരം കൊണ്ട് നിറയ്ക്കാൻ നീ പ്രാർത്ഥിക്കണം. ഈ പരിശുദ്ധ മണിക്കൂറിൽ കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ നമുക്ക് എളിമയോടെ ഇങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തെ യഥാർത്ഥ ആത്മീയതയിലേക്ക് ഉയർത്തണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തെ അനുതാപത്തിൻ്റെ വരം കൊണ്ട് അലങ്കരിക്കണമേ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.